സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി. എനിവേ താങ്ക് യു എവരി വൺ. എനിക്കറിയാം ഈ വരുന്ന മന്ത് നമ്മുടെ പടം ഇറക്കാനായിട്ടുള്ള മാക്സിമം ഓട്ടത്തിലാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്നത് റിക്വസ്റ്റ് ചെയ്യാണ്. കാണില്ലേ? കുറച്ചുകൂടി എനർജി നമ്മൾ ചോരങ്കര പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം, മേജർ കാസ്റ്റ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇനിയും ഒരുപാട് പേര്, അതായത് ടോട്ടൽ ഒരു 47ഓളം ആക്ടേഴ്സ് ആണ് നമ്മുടെ പടത്തിലുള്ളത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം എന്നുണ്ടായിരുന്നു. എന്തായാലും പടത്തിന്റെ വിജയത്തിന് ശേഷം ഒന്നുകൂടി വരുന്നതായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൾച്ചർ. നമ്മൾ ഇതേ എനർജിയിൽ നമ്മളെല്ലാവരും വീണ്ടും നിങ്ങളുടെ പവറും സ്നേഹവും എല്ലാം തരണം. ഞാൻ സംസാരിക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അതിന് വലിയ സന്തോഷമാണ്. എല്ലാ സിനിമയുടെയും ഭാഗമായി പടിയാറ് എത്താൻ കഴിയാറുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സിനിമ മാളികപ്പുറമായിരുന്നു. അതിന്റെ പ്രമോഷൻ തുടങ്ങിയതുള്ളതാണ്. അതിനുശേഷം ഞാൻ എല്ലാ സിനിമകളും കൊണ്ടുവരാറുണ്ട്. ഒരു ഭാഗ്യമുള്ള പോലെയില്ല. അപ്പൊ ഇന്ന് ശരിക്കും ഇവിടെ എത്തേണ്ട 3 പേര് എത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുനും ബാലുവും ഗോകുലും മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അവർ മറ്റൊരു സ്ഥലത്താണ്. അപ്പൊ അർജുൻ എന്നോട് പറയാൻ പറയും, അവൻ ഇനി ഒരു തവണ ഇവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും. കാരണം എല്ലാ സിനിമകളും എന്റെ അടുത്ത് എടുത്തു പറയാൻ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ആളുകളോടും എന്റെ അന്വേഷണം പറയാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. അപ്പം അത് അവനോട് ഞാനിവിടെ പറയാണ്. പിന്നെ എന്റെ ഏറ്റവും സന്തോഷം, വിഷ്ണുവിനൊപ്പം ഞാൻ വീണ്ടും ഒരു സിനിമ മാളികപ്പുറത്തിന് ശേഷം. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിഷ്ണു. ഞാനും കൂടെ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എന്റെ എല്ലാ കഥകളും ഞാൻ ആദ്യം പറയുന്നത് വിഷ്ണുവിനോടാണ്. അവൻ അത് കൃത്യമായി പറയും, ചേട്ടാ ഇത് ഞാൻ ചെയ്തോളാം, ഇത് മറ്റേതെങ്കിലും ഡയറക്ടറെ തലയിൽ വെച്ച് കൊടുത്തോളാം പറയും മറ്റേ കഥകൾ. അങ്ങനെ അവനെടുത്ത സിനിമകളിൽ ഞങ്ങൾ 2019 മുതൽ കാണുന്ന സ്വപ്നമാണ് സുമതി വളവ്. അന്ന് ശരിക്കും ഞാനും വിഷ്ണു സിനിമ ചെയ്തിട്ടില്ല. അന്ന് ഇങ്ങനെ ഈ സിനിമയുടെ ഭാഗമായി ഞങ്ങൾ ഓരോ സംവിധായകരുടെ ഓരോ നിർമ്മാതാക്കളുടെ അടുത്തും ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾ സിനിമ ചെയ്തിട്ടുമാണ്, നിങ്ങൾ പ്രൂവ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാന്ന് പറയും. അന്നൊരു 3.5 കോടി രൂപ 4 കോടിക്കകത്ത് തീരുന്ന ഒരു സിനിമയായിട്ടാണ് സുമതിയുടെ പ്ലാൻ ചെയ്തത്. അർജുൻ അന്ന് കഥ കേട്ടിട്ടുണ്ട്, 2019 കഥ കേട്ടിട്ടുണ്ട്. അന്ന് അവനും ഈ പറയുന്ന പോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഈ സിനിമ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് കാലം മുന്നോട്ട് പോയി, ഞങ്ങൾ സിനിമകൾ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് അതിൽ ഹിറ്റുകൾ ഉണ്ടാവുന്നു. ഇന്ന് 15 കോടി രൂപ മുതൽ മുടക്കിലാണ് സുമതി വളവ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഒരു ചെറിയ സിനിമ തന്നെയാണ് സുമതി വളവ്. പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ അങ്ങേയറ്റ എഫോർട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് കൂടെ നിന്ന ഒരു വലിയ ക്രൂ ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഒരു ഇരട്ടി ആളുകൾ ഇതിന് പുറത്തുമുണ്ട്. അവർക്ക് പലർക്കും ഇന്നോട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഞങ്ങളുടെ ഒരു ലക്കി ചാമ്പ് ഇവിടെ ഉണ്ട്, സൈജി ചേട്ടൻ. നിങ്ങളുടെ എല്ലാ സിനിമകളും മാളികപ്പുറം തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. മാളികപ്പുറമായാലും ആനന്ദ്ശ്രീമാരായാലും സുമതി വളവും അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം സൈജി ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഭാഗമാണ്. അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലുള്ളവരാണ് ഇന്നോട് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്. അപ്പം മാളികപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയുന്നു, തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ ഞങ്ങൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും വിഷമിക്കാൻ ഇങ്ങോട്ട് വരില്ല. കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ള ഒരു സിനിമയാണ് സുമതി ഉള്ളത്. ഈ സുമതി ആരാന്നറിയോ? കേട്ടിട്ടുണ്ടോ സുമതിയുള്ള സ്ഥലം? തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം യക്ഷിയാണ് സുമതിയുള്ളത്. ആ യക്ഷിനെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ സിനിമയില് സുമതിയോട് ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു യക്ഷിയാണ് സുമതി. ഇതിൽ ആരാണ് സുമതി എന്നൊരു ചോദ്യമുണ്ട്. ഇതല്ലാതെ കുറച്ച് യക്ഷികൾ പുറത്തുണ്ട്, അല്ല കുറച്ച് നായകന്മാരുടെ പുറത്തുണ്ട്. അതിലാരോ ഒരാളായിരിക്കാം സുമതി. അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണും. ഉറപ്പായിട്ടും അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് ഞങ്ങളൊരു സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കണ്ടിറങ്ങിയിട്ട് നിങ്ങളത് തീരുമാനിക്കുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയാസിനോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നീലക്കുയിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇവിടെ വീഡിയോസ് ഇന്നലെ പോലെ എനിക്ക് മനസ്സിലാവും. കേരളത്തിൽ ഇത്രയും ബ്രാഞ്ച് ഉണ്ടോ കേരളത്തില്?
ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചെന്ന് ഹോട്ടലിലേക്ക് ഇറങ്ങി, ഞാൻ അകത്ത് ചെല്ലുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അഭിലാഷ് പിള്ള തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയത് കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നന്നായി, ഒരു വലിയ ബ്രാഞ്ചായിട്ട് വളരട്ടെ. എല്ലാ മീഡിയാസും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സംസാരിക്കാൻ വലിയ ആവശ്യമുണ്ട്. അപ്പൊ ചോറ്റാനിക്കരക്കാരുടെ സപ്പോർട്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തരില്ലേ? താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിവൺ. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബാക്കിയും ഇംഗ്ലീഷിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കണ്ട. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതല്ല അടുപ്പം. ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത്. ഞാൻ ആക്ച്വലി ചോറ്റാനിക്കര അമ്മയുടെ നാള് തന്നെയാണ് എൻ്റെ നാള്, മകമാണ്. മകം തൊഴിൽ എത്ര മണിക്ക്? അഭിലാഷ് 1:30ക്ക് 2 മണിക്ക് 2 മണിക്കാണ് ഞാൻ ജനിച്ചത്. കറക്റ്റ് ഇവിടെ മകം തൊഴിലിന് വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു. അപ്പോ പണ്ട് തൊട്ടേ അമ്മ പറയുമായിരുന്നു, എടാ നീ മര്യാദക്കൊക്കെ പഠിച്ച് വലിയ ആളാകണം. അല്ല, വലിയ ആൾ നീ എന്തായാലും എന്ന് വെച്ചാൽ നീ ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള ചോറ്റാനിക്കര അമ്മയുടെ നാളാണ്, അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ്. അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താല് നീ വലിയ നിലയിലെത്തുമെന്ന് പറയുമായിരുന്നു. ഞാൻ പഠിച്ചു കേട്ടോ, ഞാനങ്ങനെ ഉഴപ്പൊന്നുമില്ല. ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലുതായിട്ട് ഉഴപ്പാണ്ട് ഞാൻ ഒരു എഞ്ചിനീയറായി. പക്ഷെ എനിക്ക് എന്നും ഫേമസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനിപ്പം അത്യാവശ്യം ടെന്നീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു. ഞാൻ ഓർത്തത് അതായത് 17 വയസ്സാകുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ നമ്മുടെ വൈഭവ് സൂര്യവംശി അറിയാവോ? കുറെ പേർക്ക് അറിയില്ലല്ലേ? IPL ഇവിടെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല. IPL ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ്. എന്ന അടിയെന്റെ ദൈവമേ! 6 എന്നൊക്കെ പറഞ്ഞ ഇശാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ 1 അടിയായിരുന്നു. അപ്പൊ വൈഭവ് സൂര്യവംശി ആണിപ്പം റെക്കോർഡ്, ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി. ഓക്കെ, നമ്മുടെ വിഷയമല്ല. ഞാനിപ്പോ എന്റെ ബയോഡാറ്റ തന്നങ്ങനെ അത് മതി പോയി. സുമതി വളവാണ് നമ്മുടെ വിഷയം. സുമതി വളവ് അഭിലാഷ് പിള്ളയിൽ നിന്ന് 3ാമത്തെ പടത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത്. ആദ്യത്തെ പടം മാളികപ്പുറമാണ്. മാളികപ്പുറം കുറെ പേരെ കണ്ടാണോ അല്ലേ? അപ്പം മാളികപ്പുറമായിരുന്നു. കുറെ ഷൈജുബായി കുറച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ആലോചിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മളെന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിയാം. പറയാനുള്ളത് സുമതി വളവിനെ കുറിച്ച് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് അഭിലാഷ് പിള്ളയുടെയും വിഷ്ണു ശങ്കറിനും കൂടെ വർക്ക് ചെയ്യണം. എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിമായിട്ടാണ് തോന്നിയത്. സാധാരണ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, നാടിൻ്റെ കഥയുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഹൊററും ഉണ്ട്. പരിപാടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് നിങ്ങളെയൊക്കെ ഒന്ന് എക്സൈറ്റ് ചെയ്യിപ്പിച്ച് കാണാൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഉള്ള ദൗത്യം വെച്ചിട്ടാണ് വന്നത്. സോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യു ക്യാൻ ട്രസ്റ്റ് മീ, സീ ദ ഫിലിം, ഇറ്റ്സ് നോട്ട് സ്പോൺസർഡ്. ഹലോ, നമസ്കാരം. യൂഷ്വലി എനിക്ക് ക്രൗഡ് ഭയങ്കര പേടിയാണ്. പക്ഷെ പേടിയുണ്ട്, പക്ഷെ ഈ ഒരു എനർജി കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ വളരെ സന്തോഷം പ്രകാര 2025 ഭാഗമാകാൻ പറ്റിയതും ഞങ്ങളുടെ സിനിമ വിശേഷങ്ങൾ പറയാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ, ഇതേ ഒരു ഓളത്തിൽ തന്നെ തിയേറ്ററിൽ കയറും, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും തിയേറ്ററിൽ കയറി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഡ്രാമ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും യൂണിറ്റി എന്താണ്, എനർജി എന്താണ്, ഇങ്ങനത്തെ ഒരു എനിക്ക് അമ്മ എപ്പോഴും പറയുന്നത്, ഞാനിങ്ങനെ ഒന്നിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല, ശരിക്കും നീ മിസ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായത്. സോ ഹാപ്പി ടു സീ യുവർ എനർജി. ആൻഡ് സുമതിയോട് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എനിക്കൊക്കെ എന്നെ അറിയുന്നത് ഡാൻസറായിട്ടായിരിക്കും. അപ്പോൾ
ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ഇംപ്രസ് ആയിട്ട് നിങ്ങളുടെ യൂണിറ്റിയും എനർജി കണ്ടിട്ടാണ്. ആൻഡ് ഇതേ എനർജിയിൽ നിങ്ങൾ എല്ലാവരും സുമതിയോട് അത്രയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസം തോന്നി. താങ്ക് യു. നമസ്കാരം. എനിക്ക് അങ്ങനെ ആൾക്കാരാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജോ ഉരുകി കാരണം കുറെ പേര് അതിനാണ് സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് മുന്നേ പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ല. സോ അതിന് കൂടുതലും എനിക്ക് സപ്പോർട്ട് കിട്ടിയത് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നാണ്. സോ ഇതിനും ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെന്താ, ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്രൂവിന്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ കുറെ ബ്യൂട്ടിഫുൾ ലേഡീസിനെയാണ് കാണുന്നത്. ഹായ്. ഞാൻ പ്രകാരയുടെ കുറെ സ്റ്റോറീസ് കണ്ടിരുന്നു ആൻഡ് സീരീസിൽ അതൊക്കെ കണ്ടപ്പോൾ ഐ മിസ്ഡ് മൈ കോളേജ് ഡേയ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻവൈറ്റിന്. ആൻഡ് സുമതി വളരെ ഒരു ഹൊറർ കോമഡി, അതിൽ ഐ ഗ്യാരണ്ടി യു കിട്ടിലും പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും. ഇവിടെ ആക്ച്വലി ആ മെയിൻ സ്റ്റാർസിന് അർജുൻ, ബാലു അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഈവൻ യു ഹാവ് ഡാൻസ് റിയലി വെൽ. ആൻഡ് ഈവൻ യു ഹാവ് ഐ തിങ്ക് സോ. അപ്പൊ എല്ലാവരും എന്തായാലും നല്ലൊരു പടം ആണ് എന്ന് അറിയാം. നിങ്ങൾ എല്ലാവരും പോയി കാണില്ലേ? ഓക്കെ. അപ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പോയി കാണാം. ആൻഡ് പ്ലീസ് സപ്പോർട്ട് ആ മൂവി. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് മൂവി. യു ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ്. താങ്ക് യു. കണ്ണൂർ സ്ലാങ്ങിൽ നമ്മളോട് അതേ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം. ഈ അഭിലാഷ് പിള്ള ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത സിനിമയിൽ നീ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് ആനന്ദ് ശ്രീബാലയിൽ ഒന്നും ഇത് രണ്ടാമത്തെ സിനിമയാണ് അഭിലാഷ് പിള്ളയായിട്ട് ചെയ്യുന്നത്. വിഷ്ണു ഇതിനു മുന്നേ പരിചയമാണ്. അപ്പം നമ്മുടെ വന്നനി ഈ സുമതി വളവിന്റെ സിനിമ റിലീസാവുന്നുണ്ട്. അതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ വന്നിനി. അപ്പൊ നിങ്ങെന്താ വേണ്ടത്? സിനിമ കാണണം. റിലീസ് ആയ ഉടനെ ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ അതിന്റെ അപ്പം പോകാൻ പാടില്ല. സിനിമ കാണണം. ഈ സിനിമ വിജയിച്ചതിന് ശേഷം നമ്മെല്ലാവരും ഇങ്ങോട്ട് വരും. വന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ പറയും വേണം. അപ്പൊ എല്ലാവരും സുമതിയോടെ കാണില്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഒഫീഷ്യലി രണ്ടാമത്തെ സിനിമയാണ് ആക്ച്വലി സുമതി വളവ്. ഇതിനു മുമ്പ് പറഞ്ഞ പേര് ഡ്രാമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ശ്രദ്ധിച്ചില്ലായിരുന്നു. പണി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇവരെന്നെ കാസ്റ്റ് ചെയ്തത്. പണിക്ക് ശേഷമാണ് എന്നെ വിഷ്ണു അഭിലാഷ് വിളിക്കുന്നു. വളരെ രസകരമായി ചെയ്തൊരു സിനിമയാണിത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു മൂവിയാണ്. ഒരു നല്ല സിനിമയാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ അതാണ് ടീം.